ഹലോ, ഇറ്റ്സ് മീ ജിൽമോൾ ഫ്രം ജിലോസ് ഡെയിലീസ് വ്ളോഗ്സ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ വ്ളോഗ് ഇടുന്നത്. കുറേ നാളുകളെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളുടെ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് എൻഗേജ്ഡ് ആയിരുന്നു ഞങ്ങൾ. പെസായും ഈസ്റ്ററും അതോടൊപ്പം തന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ കുറച്ച് ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആഘോഷിക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ജോലി സംബന്ധമായിട്ട് പേഴ്സണലായിട്ടുള്ള ജോലി സംബന്ധമായിട്ട് കുറച്ച് തിരക്കൊക്കെ ആയി പോയിരുന്നു. എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മുടെ പെസ എങ്ങനെയാണ് ആഘോഷിച്ചത്, ഈസ്റ്റർ എങ്ങനെയാണ് ആഘോഷിച്ചത് എന്നതൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ് അല്ലേ? അപ്പം നമ്മൾ ആ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്, ഒരുപാട് എഫേർട്ട് എടുക്കാറുണ്ട് അതിന് വേണ്ടിയിട്ട്. നമ്മുടെ ആ ഹാർഡ് വർക്കിന് ശേഷം അത് സക്സസ് ആകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു വസ്തുതയാണ്. അതിന് അത്രയ്ക്ക് സന്തോഷമായിരിക്കും നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടുന്ന ഒരു സക്സസ്, അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും. അത് എൻജോയ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. അതുപോലെ തന്നെ മറ്റു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തുന്നത്, പാരൻറ്റിങ്. പേരൻസ് എന്ന് പറയുന്നത് വളരെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു റോളാണ്. എന്ന് പറയുമ്പം നമ്മുടെ കുഞ്ഞു മക്കളെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ഉള്ളൊരു കാര്യം തന്നെയാണ്. റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നതിലാണ്. അവർക്ക് വേണ്ട സുരക്ഷിതത്വം ഉറപ്പാക്കുക, അവരുടെ ഫ്യൂച്ചർ സേഫ് ആക്കുക, നല്ല അച്ചടക്കത്തോടെ ഒതുക്കത്തോടെ ഗുണദോഷങ്ങളും തെറ്റ് ശരിയും പറഞ്ഞ് മനസ്സിലാക്കി അവരെ വളർത്തിയെടുക്കുക എന്നുള്ള വസ്തുത. ഈ പറഞ്ഞതെല്ലാം നമ്മൾ പാരൻസിൻ്റെ ഉത്തരവാദിത്തങ്ങളാണ്. ആസ് എ പാരൻറ്റ് ഞാനത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന കാര്യമാണ്, ഞാനും എൻ്റെ ഹസ്ബൻഡും. അപ്പോൾ ഞങ്ങളുടെ മാരേജിന് ശേഷം ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടത് ഈ ചെറിയ പ്രായത്തിനുള്ളിൽ, ഈ 10-25 വയസ്സിനുള്ളിൽ, 27 വയസ്സിനുള്ളിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനം എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പരിഹാസങ്ങളും കുത്തുവാക്കുകളും ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് ഇമോഷൻസ് ഞങ്ങൾ തരണം ചെയ്തു. ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടാകുവാൻ. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് എൻ്റെയും ഹസ്ബൻഡിൻ്റെയും വീട്ടുകാരുടെയും ഒന്നും ആശ്രയമില്ലാതെ ഞങ്ങൾ രണ്ടുപേരും വളരെ എഫേർട്ട് എടുത്ത് നമ്മൾ ഒരു ഭവനം മേടിച്ചു. ഒരു വീട് സ്ഥലവും കൂടെ മേടിക്കുകയാണ് ചെയ്തത്. വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ആ വീട്ടിൽ വസിക്കുന്ന ആളുകളുടെ മനസ്സിൻ്റെ ഐക്യവും അവരുടെ ഇടയിലുള്ള ഒരു പരസ്പര സ്നേഹവും വിശ്വാസവും കാര്യത്തിലും അങ്ങനെ കുറേ കാര്യങ്ങൾ ഒത്തിണങ്ങുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പം നമ്മുടെ മനസ്സിനിണങ്ങുന്ന തരത്തിൽ നല്ലൊരു ഭവനം ഒത്തു വന്നപ്പം ഞങ്ങൾ സാമ്പത്തികപരമായിട്ടും ഒത്തു വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഹസ്ബൻഡിൻ്റെയും എൻ്റെയും ഒരു ആലോചന പ്രകാരം ഞങ്ങളങ്ങനെ വീട് മേടിച്ച് ഞങ്ങളുടെ കുഞ്ഞിന് സുരക്ഷിതത്വം ഞങ്ങൾ ഉറപ്പാക്കി. അത് ഞങ്ങൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം, എൻ്റെയും എൻ്റെ ഹസ്ബൻഡിനെയും സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഉത്തരവാദിത്വമായിരുന്നു. ഞങ്ങൾക്കത് സാക്ഷാത്കരിക്കാൻ ദൈവകൃപയാൽ സാധിച്ചു. ദൈവത്തിനോട് ആദ്യമേ നന്ദി പറയുന്നു. മറ്റൊരു പ്രത്യേകത, നമ്മുടെ വീടിൻ്റെ പാല് കാച്ചലും കുഞ്ഞിൻ്റെ മാമ്പുദീസയും ഒരു ദിവസമായിരുന്നു. അങ്ങനെ ആഘോഷിക്കാനും നമുക്ക് ദൈവകൃപയാൽ സാധിച്ചു. അത് വളരെയധികം സന്തോഷകരമായൊരു കാര്യമായിരുന്നു ജീവിതത്തിൽ. അങ്ങനെ നമ്മുടെ പുതിയ വീട് മേടിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ പെസഹ വ്യാഴവും അതോടൊപ്പം തന്നെ ഈസ്റ്ററുമാണ് വരുന്നത്. പിന്നെ ഇതിനിടയിൽ നല്ല വിശേഷപ്പെട്ട ദിവസങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ആഘോഷിച്ചതെന്ന് നോക്കിയാലോ? പെസഹയുടെ തലേദിവസം ഞങ്ങൾ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. പള്ളി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ കടയിൽ കയറിയതാണ് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ പെസഹയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചു. പിറ്റേ ദിവസം ആയപ്പോൾ പിന്നെ രാവിലെ കുഞ്ഞിൻ്റെ കൂടെ കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞാവയുടെ കൂടെ കുറച്ച് കളിച്ചിരികളും തമാശകളൊക്കെ ആയിട്ട് ഞാനങ്ങനെ കുഞ്ഞിൻ്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ദൈനംദിന ദിനശൈലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പെസഹയുടെ വിശേഷപ്പെട്ട കാര്യങ്ങളിലോട്ട് കിടക്കുകയാണ്. പെസഹ അപ്പം ഉണ്ടാക്കാനും പാലുണ്ടാക്കാനും ഒക്കെ തുടങ്ങിയാണ്. അപ്പം ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. പെസഹ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടിയുടെ ഒപ്പം തന്നെ കുറച്ച് ജീരകവും തേങ്ങയൊക്കെ നമ്മൾ ചേർത്ത് അരച്ചിട്ടുണ്ട്. കൂടാതെ ഉഴുന്നും ചേർത്ത് അരച്ച് വെച്ചേക്കാണ്. ഇങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെ ഞാനത് ഇളക്കിയിടാനായിട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞ് ഓൾറെഡി ആ ഡ്യൂട്ടി ആയിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് ഞാനും കൂടെ കൂടിയിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി വേണ്ട വിധത്തിൽ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുഴച്ച് ഞങ്ങൾ പാകമാക്കി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുപ്പിൽ അങ്ങോട്ട് പോയി എന്നിട്ട് തീ കത്തിച്ചു. നല്ല വിറക് കത്തുന്ന വിറകൊക്കെ വെച്ച് തീ കത്തിച്ചു. പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
കാരണം പെസഹപ്പം പെസഹ പാൽ എന്ന് പറയുന്നത് വളരെ വിശുദ്ധിയോട് കൂടിയിട്ട് പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ കഴിക്കുകയും പാകം ചെയ്യുകയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ ഞാനും എൻ്റെ കുഞ്ഞും കൂടെ കൂടിയിട്ട് ഇളക്കി വേണ്ട വിധത്തിൽ അതെല്ലാം യോജിപ്പിച്ചു. അപ്പോൾ എനിക്ക് സഹായമായിട്ട് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയൊക്കെ ഉണ്ട്. അപ്പം അച്ചാച്ചയാണ് തേങ്ങ ചിരണ്ടി തന്നത്. മമ്മി ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് ചേർക്കേണ്ട കാര്യങ്ങൾ ചേരുവകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നു. അങ്ങനെ അച്ചാച്ച കുഞ്ഞുവാവേനെ എടുത്തിട്ട് ആദ്യത്തെ പെസഹ അപ്പം, അതായത് കുരിശപ്പം വെക്കുകയാണ്. ഓശാന ഞായറാഴ്ച പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുരുത്തോല കൊണ്ടാണ് നമ്മൾ കുരിശുണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയ കുരിശാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്, ഈ അപ്പത്തിൻ്റെ മുകളിൽ വെക്കുന്നത് കുരിശ്. ഈ പെസഹപ്പം എല്ലാവരും കൂടിയാണ് അടുപ്പത്തിട്ട് വെക്കേണ്ടത്. പിന്നെ നമ്മളിനി അടുത്തത് നോക്കുന്നത് എന്താണ്? പാലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് പെസഹ പാലുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ കുരിശപ്പം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് ശർക്കരയൊക്കെ ചെയ്യണം. അങ്ങനെ പെസഹ പാലിന് വേണ്ട ശർക്കര ഞാൻ ചീകി. പെസഹ അപ്പം കൂടാതെ നമ്മൾ വേറെ കുറച്ച് അപ്പം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഉഴുന്ന് മാത്രം ഇട്ടിട്ട്, ഉഴുന്നും അരിപ്പൊടിയും കൂടെ മാത്രം മിക്സ് ചെയ്തിട്ടുള്ള ഇലയടയും, അതോടൊപ്പം തന്നെ ഈ മറ്റൊരു തരത്തിലുണ്ടാക്കുന്ന ഇലയട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഴുന്നും തേങ്ങയും ജീരകവും അരച്ച് വെച്ചിരിക്കുന്ന, മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ശർക്കരയും കൂടെ ആഡ് ചെയ്തുണ്ടാക്കുന്ന ഇലയട, അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതേ കുരിശപ്പമൊക്കെ വാങ്ങി ഇനി അത് കുളിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് കുടുംബത്തിലെ മുതിർന്ന ആളാണ് കുരിശപ്പം മുറിക്കുക. അപ്പം അത് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഇലയുടെ ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ നമ്മൾ പെസഹ പാലും ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഇടികല്ലിൽ വെച്ച് ഇടിച്ചെടുക്കുന്നതാണ് ഈ കാണുന്നത്. എന്നിട്ട് ഇതൊരു ബൗളിലിട്ട്, ചെറിയ ബൗളിലിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് പെസഹ പാലാണ്. പെസഹ പാൽ ഉണ്ടാക്കുന്നത് ആദ്യത്തെ പാല് മാറ്റി വെച്ചതിന് ശേഷം രണ്ടാമത്തെയും മൂന്നാമത്തെയും പാല് ഈക്വലായിട്ട് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ശർക്കര ലായനി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അത് അരിച്ചാണ് നമ്മൾ ശർക്കര ലായനി ചേർക്കുന്നത്. പിന്നെ നമ്മൾ വേണ്ട പൊടി ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക. ഇങ്ങനെയാണ് കുരുത്തോല കൊണ്ട് നമ്മൾ കുരിശുണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയ കുരിശ് നമ്മൾ കുടുംബത്തിലെ മുതിർന്ന ആൾ ഈ പാലിൻ്റെ അകത്തോട്ട് പ്രാർത്ഥിച്ച്, കൗമിയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് നമ്മൾ ആ പാലിൻ്റെ അകത്തോട്ട് കുരിശിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് അടുപ്പത്ത് വയ്ക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, വളരെ വൃത്തിയുള്ള ഒരു ഇല എടുത്തതിന് ശേഷം, വാഴയിലയാണ് നമ്മൾ എടുക്കേണ്ടത്. ആ ഇല എടുത്തതിന് ശേഷം ഇലയിടയ്ക്കുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ശർക്കരയും തേങ്ങയൊക്കെ മിക്സ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഇട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യുകയാണ്. അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നീറ്റായിട്ട് പരത്തിയതിന് ശേഷം നമ്മൾ ഈ മധുരം വെച്ചിട്ടുള്ള ഇലയുടെയും മധുരം വെക്കാത്ത ഇലയുടെയും കൂടെ കൂട്ടിയിട്ട് ആവി കയറ്റാനായിട്ട് വെക്കുകയാണ്. പെസഹ പാൽ ഉണ്ടാക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പാല് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രമാണ് അടി പിടിക്കാതെ നല്ല ടേസ്റ്റിൽ നമ്മൾ കുറുക്കി കിട്ടുകയുള്ളൂ. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ പെസഹ പാലിലായിട്ട് നമ്മൾ മറ്റു കുറച്ച് ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യുന്നുണ്ട്. അത് ഒന്ന്, പൊടി കുറുക്കിയ വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട്, ലേശം ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ വേറെ ഒന്നാം പാൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നാം പാലുണ്ടല്ലോ, ആ ഒന്നാം പാലും ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി ഏകദേശം ഒരു കുറുകി വരുമ്പോഴത്തേക്കും വാങ്ങിയാണ്. ഒരുപാട് അങ്ങ് ലൂസായി വാങ്ങരുത്, ഇച്ചിരി കട്ടി വേണം. അപ്പം എന്നാലും അതിൻ്റെ രുചി ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഇൻഗ്രീഡിയൻസ് പൊടിച്ച് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. ഏലക്ക അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. അപ്പം ആ ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ കുറുക്കി വാങ്ങുക. അപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ വാങ്ങിയെടുക്കേണ്ടതാണ്. അപ്പം പാലിൻ്റെ കൂടെ മുക്കി കഴിക്കാനും അല്ലാതെ കുടിക്കാനും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മുടെ പെസഹപ്പം, പെസഹ പാലും. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ മുതിർന്നത് എൻ്റെ അച്ചാച്ചിയാണ്. അപ്പോൾ അച്ചാച്ചിയാണ് പെസഹപ്പം മുറിക്കുന്നത്. കുഞ്ഞിനെ കൊണ്ട് മുറിപ്പിക്കാൻ നോക്കി, പക്ഷേ കത്തി പേടിയായതുകൊണ്ട് ആൾ അതിൻ്റെ തോളത്ത് കയറി ഇരിക്കുകയാണ്. അങ്ങനെ അച്ചാച്ച മുറിച്ച് കുഞ്ഞിനാണ് ആദ്യമേ കൊടുത്തത്. അങ്ങനെ കുഞ്ഞ് പെസഹപ്പം പെസഹ പാലൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ എല്ലാവർക്കും, അച്ചാച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങ് എടുത്തു തന്നു. ഞങ്ങളെല്ലാവരും പെസഹപ്പം പെസഹ പാലും കഴിച്ചു. എൻ്റെ അച്ഛനും അമ്മയാണിത്. അച്ഛൻ മമ്മിയുടെ കുഞ്ഞുവാവയ്ക്ക് പെസഹപ്പും പാലും കൊടുക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ കുഞ്ഞിന് വളരെ ഇഷ്ടമായി. കുഞ്ഞത് നന്നായിട്ട് കഴിച്ചു.
അങ്ങനെ പെസഹ ആഘോഷിച്ചതിന് ശേഷം ദുഃഖ വെള്ളിയാഴ്ചയാണ് അടുത്ത ദിവസം. അങ്ങനെ ദുഃഖ വെള്ളിയാഴ്ച ഞങ്ങളൊരു പള്ളിയിൽ പോവുകയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പള്ളിയാണ്, പിറവം പള്ളിയാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അന്നത്തെ പ്രത്യേകത എന്തെന്നാൽ അവിടെ 12 പൈതങ്ങളുടെ ഊട്ടുനേർച്ച നടക്കുന്നുണ്ട്. അങ്ങനെ വെളുക്കപ്പുറമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പിറവം പള്ളി എത്തി. പിറവം പള്ളി എത്തിയിൽ അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഊട്ടുനേർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നേർച്ച കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ കയറി. ഞാനും മിച്ചാനും കുഞ്ഞും കൂടെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് തിരിയൊക്കെ കത്തിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇനി ഞങ്ങൾ ഊട്ടുനേർച്ച കഴിക്കാനായിട്ട് പോവുകയാണ്. ഇതാണ് കേട്ടോ ഊട്ടുനേർച്ച. ഇങ്ങനെ 12 പൈതങ്ങൾ വട്ടത്തിൽ ഇരുത്തിയതിന് ശേഷം ആദ്യമേ അവർ വിളമ്പുന്നത് പിടിയാണ്. പിടി വിളമ്പിയതിന് ശേഷം നാടൻ കോഴി വറുത്തരച്ച കറിയാണ് വിളമ്പുന്നത്. പിന്നെ നെയ്യപ്പം വിളമ്പും, അതോടൊപ്പം തന്നെ പഴം വിളമ്പും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഊണാണ്, അതായത് ചോറും കറികളൊക്കെയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ നേർച്ച എന്ന് പറയുന്നത്. അത് 12 ആൺകുട്ടികളെയാണ് ഇരുത്തുന്നത് കഴിക്കാനായിട്ട്. പിന്നെ നമുക്കും തരും കേട്ടോ, നമുക്കും ഇഷ്ടമുള്ള പോലെ മേടിച്ച് കഴിക്കാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ നേർച്ചയൊക്കെ കഴിച്ചിട്ട് വീണ്ടും പള്ളിയിൽ വന്നു. പള്ളിക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞാവയ്ക്ക് ഒരു ബലൂണൊക്കെ മേടിച്ചു കൊടുത്തു. ഹൈഡ്രജൻ ബലൂണാണ്. അങ്ങനെ കുഞ്ഞ് പള്ളിക്കൂടെ ഓടി നടക്കുമായിരുന്നു. കുഞ്ഞിന് ഇതൊക്കെ വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ സമയം ഒരുപാടായിരുന്നു. വെളുക്കപ്പുറം ആണെന്നും കൂടി ആലോചിക്കണം കേട്ടോ. എന്നിട്ടും ആൾ ഉറക്കമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. വളരെ എനർജറ്റിക് ആയിട്ടിരിക്കുകയാണ്. ആൾക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നത് വളരെ ഇഷ്ടമായതുകൊണ്ട് അപ്പം ആൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് കുഞ്ഞുമായിട്ട് കളിച്ച് ചിരിച്ച് ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് മടങ്ങി. അങ്ങനെ ദുഃഖ ശനിയാഴ്ച ഞങ്ങൾ കടന്നു പോയതിന് ശേഷം പിറ്റേ ദിവസം ഈസ്റ്ററാണ്. അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഈസ്റ്ററിൻ്റെ അന്ന് അതിരാവിലെ ഹസ്ബൻഡ് നേരത്തെ എഴുന്നേറ്റതിന് ശേഷം ഇറച്ചി മേടിക്കാനായിട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. നല്ല തണുപ്പുള്ള സമയമാണ്. അങ്ങനെ ഇറച്ചി മേടിക്കാനായിട്ട് കടയിൽ ചെന്നു. ഹസ്ബൻഡ് എന്നിട്ട് ഇറച്ചിക്കട ചെന്ന് ഇറച്ചി മേടിച്ചു. പോത്തും പന്നിയും ചിക്കനും മേടിച്ചു. അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യൽ വിഭവമായിട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പിടിയും കോഴിയാണ് കേട്ടോ. കുഞ്ഞിന് വളരെ ഇഷ്ടമാണ് പിടി എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് പിടിയും കോഴിയും ഒരു പ്രത്യേക കോമ്പിനേഷനാണല്ലോ. അപ്പോൾ അതാണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാനതെല്ലാം വേണ്ട രീതിയിൽ പാകപ്പെടുത്തിയതിന് ശേഷം അടുപ്പത്താക്കി, ഇറച്ചിയെല്ലാം അടുപ്പത്താക്കി. അതുപോലെ തന്നെ മീനുണ്ടായിരുന്നു, കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കറി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചെടുത്ത് വറുക്കുകയും ചെയ്തു. പിന്നെ പുളിശ്ശേരി, തോരൻ, അങ്ങനെയുള്ള ഐറ്റംസ് സൈഡായിട്ട് നമ്മൾ കറികൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കറികളെല്ലാം പാകപ്പെടുത്തിയതിന് ശേഷം ഇനി പിടി ഉരുട്ടി അത് വേണ്ട വിധത്തിൽ പാകം ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലോട്ട് കടക്കുകയാണ് അടുത്തത്. അങ്ങനെ ഈസ്റ്റർ സ്പെഷ്യലായിട്ടുള്ള എല്ലാ വിഭവങ്ങളും തയ്യാറായി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഡേയിലൊരു വിശേഷ ദിവസമുണ്ട്. അതെന്താണെന്ന് നോക്കിയാലോ. നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഇതെന്താ ഈ കേക്കൊക്കെ മുറിക്കണേന്നല്ലേ. കേക്ക് മുറിക്കുന്നത് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറിയാണ്. ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് 3 വർഷമായി. വെഡ്ഡിങ് ഡേ എന്ന് പറയുന്നത് മെയ് 9-നാണ്. എൻഗേജ്മെൻറ്റ് ഏപ്രിൽ 19 ആയിരുന്നു. അപ്പം അന്ന് കേക്ക് മുറിക്കുകയാണ്. ഞങ്ങളുടെ നെയ്ബേഴ്സും ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ടപ്പെട്ടവരെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിക്കണതാണ് കാണുന്നത്. ഇതൊരു കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളല്ലേ ഇതൊക്കെ. പ്രത്യേകിച്ച് കുഞ്ഞുവാവയും കൂടി ഉള്ളപ്പം എല്ലാത്തിനും ഒരു ഇരട്ടി മധുരമാണ്, ഇരട്ടി സന്തോഷമാണ് അല്ലേ. അപ്പം ഞങ്ങളങ്ങനെ ആഘോഷിക്കുകയാണ് കാണുന്നത്. കുഞ്ഞുവാവ വളരെ ഹാപ്പി ആയിരുന്നു. നമ്മുടെ മക്കളുടെ സന്തോഷമാണല്ലോ നമ്മൾ മാതാപിതാക്കളുടെ സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെ ഈ വിശേഷപ്പെട്ട ദിവസങ്ങൾ ഞങ്ങളുടേതായ രീതിയിലൊക്കെ വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു. പിന്നെ നിങ്ങൾക്ക് സ്ട്രോബെറീസ് ഇഷ്ടമാണ്? ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. കുഞ്ഞിനാണെങ്കിൽ ഭയങ്കര കാര്യമാണ് സ്ട്രോബെറി എന്ന് പറയുന്നത്, വളരെ ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം പർച്ചേസിങ്ങിന് പോയപ്പോൾ കുഞ്ഞിന് കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രൂട്ട്സിൻ്റെ കൂടെ മേടിച്ചാണ് ഈ സ്ട്രോബെറി. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വ്ലോഗ്. ഇനി നെക്സ്റ്റ് വ്ലോഗിൽ നമുക്ക് കാണാം. ബൈ, ടാറ്റാ.